പിറ്റേന്നത്തെ പ്രഭാതം അടുക്കളയിലായിരുന്ന പാർവണ ലത രാവിലെ തന്നെ വേണിയെ വിട്ട് അവളെ വിളിച്ചുണർത്തിയിരുന്നു. ഇന്ന് പ്രാതൽ നീ ഉണ്ടാക്കുമോ പാർവണ? എനിക്ക് വല്ലാത്തൊരു തലകറക്കം. അറിയാലോ, ഞാൻ ആശുപത്രിയിലായിരുന്നു കുറേ കാലം. ഞാൻ ചെയ്തോളാം. അങ്ങനെയാണെങ്കിൽ ഉച്ചക്കത്തേക്ക് അരികുടി വെച്ചോളൂ കേട്ടോ. പിന്നെ ഒരു സാമ്പാറും തോരനും കാലാക്കിക്കോളൂ. പാർവണ അതിനും തലയാട്ടി. എല്ലാവരുടെയും പ്രാതൽ കഴിഞ്ഞ് പാർവണ കറി വെക്കാനുള്ള ഒരുക്കം തുടങ്ങി. വേണി പഠിക്കാൻ പോയിരുന്നു. ലത പിന്നെ അങ്ങോട്ട് ചെന്നതേയില്ല. അവർ ടി വിയുടെ മുന്നിൽ തന്നെയായിരുന്നു. പാർവണ സാമ്പാറിനുള്ള കഷ്ണം നുറുക്കുമ്പോഴാണ് ലത അടുക്കള പാതയ്ക്കൽ വന്നത്. നിന്നെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ആര്? അവൾ ഉത്കണ്ഠയോട് ചോദിച്ചു. കെട്ടും മട്ടുമൊക്കെ കണ്ടിട്ട് ഏതോ വലിയ ആളാ. നീങ്ങ് വാ. പാർവണ വേവലാതിയോട് അവരുടെ പിറകെ ചെന്നു. വാതിൽക്കലിട്ടിരിക്കുന്ന കസേരയിലിരിക്കുന്ന കോട്ടും സ്യൂട്ടും ധരിച്ച ചെറുപ്പക്കാരനെ കണ്ട് പാർവണ പതർച്ചയുടെ അടുത്തേക്ക് ചെന്നു. അല്ലുവേട്ടൻ. പാർവണയെ കണ്ടതും അലൻ പെട്ടെന്ന് എഴുന്നേറ്റു. പാർവണയുടെ മുഖം കണ്ടതും ഹൃദയത്തിൽ ഒരു കൊളുത്തുടുക്കിയതുപോലെ അലന് തോന്നി. ജീവനില്ലെന്ന് തോന്നിക്കുന്ന കണ്ണുകൾ, ശൂന്യമായ കഴുത്തും കൈയും, വല്ലാതെ ക്ഷീണിച്ച ദേഹം. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾ പഴയ പാർവണയുടെ നിഴൽ മാത്രമായിട്ടുണ്ടായിരുന്നു. അലൻ അവളെ അങ്ങനെ കാണുമ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നി. പാർവണ അലനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. എന്ത് കോലമാ കൊച്ചേ ഇത്? സുഖമാണോ എന്ന് പോലും ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ. അവൻ വേദനയോടെ പറഞ്ഞു. സാരമില്ല അല്ലുവേട്ട, ഞാനായി വരുത്തി വെച്ച വിധിയാണല്ലോ. അല്ലുവേട്ടൻ എന്താ വന്നത്? അത് പിന്നെ അലൻ അത് പാർവണയോട് പറയാൻ ബുദ്ധിമുട്ട് തോന്നി. പറയാവുന്നതാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അല്ലുവേട്ട, കാരണം ഇനിയും താങ്ങാനുള്ള ശേഷിയില്ല. പാർവണ നിറഞ്ഞു തൂവിയ കണ്ണുകൾ സാരിത്തുമ്പ് കൊണ്ട് തുടച്ചു. അലനാകെ ധർമ്മസങ്കടത്തിലായി. ആദ്യം ഏൽപ്പിച്ച ദൗത്യമാണ്. അത് ചെയ്യാമെന്ന് അവന് വാക്കു കൊടുത്തതുമാണ്. പക്ഷേ ഈ കുട്ടിയുടെ അവസ്ഥ. എനിക്കിത് പറയാതെ വയ്യ കൊച്ചേ. പറയാമെന്ന് ഞാൻ ആദ്യക്ക് വാക്കു കൊടുത്തു പോയി. ആ പേര് കേട്ടതും പാർവണ പിടഞ്ഞുപോയി. അവൾ ദയനീയമായി അലനെ നോക്കി. മോൾക്ക് തരാൻ ആദ്യം ഒരു ചെക്ക് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലവൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 25 കോടിയോളമുണ്ട്. ഇനിയും എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കേണ്ടെന്ന് പറയാൻ പറഞ്ഞു. ആലൻ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. പാർവണയുടെ മുഖം പെട്ടെന്ന് കടുത്തു. മോളിത് വാങ്ങണം. ആലൻ ആ ചെക്ക് അവൾക്ക് നേരെ നീട്ടി. എന്തിനാണ് ഞാനിത് വാങ്ങേണ്ടത്? എൻ്റെ ശരീരം വില കൊടുത്ത് വാങ്ങാനുള്ള ഒരു ചരക്കായിരുന്നില്ല എന്ന് ദ ഗ്രേറ്റ് ബിസിനസ് മാഗ്നറ്റ് ആദിശേഷ് വർമ്മയോട് അല്ലുവേട്ടൻ ഒന്ന് പറഞ്ഞേക്ക്. അവളുടെ ജ്വലിക്കുന്ന മുഖത്തേക്ക് നോക്കിയപ്പോൾ അലന് പകപ്പ് തോന്നി. അങ്ങനെയല്ല കൊച്ചേ, കൊച്ചിനെ സഹായിക്കാനാണ് ആദി. നാണമില്ല അല്ലുവേട്ടൻ ഇത് എന്നോട് പറയാൻ? എന്നെ സഹായിക്കേണ്ട ആവശ്യം എന്താണ് അല്ലുവേട്ടൻ്റെ സുഹൃത്തിന്? അതിന് ഞാനാണ് ആദിശേഷ് വർമ്മയ്ക്ക്. മോളെ, അത് നിനക്ക് ഇനി അങ്ങോട്ട് ജീവിക്കണ്ടേ? പണ്ടും ഈ പാർവണ അന്തസ് വിട്ട് ജീവിച്ചിട്ടില്ല അല്ലുവേട്ട. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ അഭിമാനം മാത്രം കൈവിട്ട് കളഞ്ഞിട്ടില്ല. അല്ലുവേട്ടൻ്റെ സ്വന്തം പെങ്ങളായിരുന്നു ഞാനെങ്കിൽ എന്നോട് ആദിശേഷ് വർമ്മയുടെ ഔദാര്യം സ്വീകരിക്കാൻ പറയുമായിരുന്നോ? പാർവണിയുടെ ചോദ്യം കേട്ട് അലന വല്ലാത്ത ആത്മഹത്യ തോന്നി. അവൾ പറയുന്നത് ശരിയാണെന്ന് അവനറിയാമായിരുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത് കൊച്ചേ? അല്ലുവേട്ടൻ തിരിച്ചു പോകണം. ഈ ചെക്ക് കൂട്ടുകാരൻ തിരിച്ചേൽപ്പിക്കണം. ദയവ് ചെയ്ത് ഔദാര്യം കാണിച്ച് ഉപദ്രവിക്കരുതെന്ന് പറയണം. ഒരു അപേക്ഷയാണ്. ഞാൻ മോൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആദ്യയോട് സ്നേഹമാണ്, വിശ്വാസമാണ്. പക്ഷേ കൊച്ചിൻ്റെ കാര്യത്തിൽ അവൻ ചെയ്തത് തെറ്റാണ്. മോളെ ഞാൻ എൻ്റെ സ്വന്തം പെങ്ങളായിട്ട് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ചോദിക്കുകയാണ്, മോൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം അറിയാതെ ഞാനത് ചെയ്തു തരാം. മോൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വേണ്ട. ഇതുവരെ അവനറിയാത്തൊരു കാര്യവും എൻ്റെ ജീവിതത്തിലില്ല. എങ്കിലും പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞു. തൽക്കാലം ഒന്നും വേണ്ട അല്ലുവേട്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. എനിക്ക് അല്ലുവേട്ടന് വിശ്വാസമാണ്. എൻ്റെ നമ്പർ കൊച്ചിൻ്റെ കയ്യിലുണ്ടല്ലോ. എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഈ ചെക്ക് ഞാൻ ആദ്യം തിരിച്ചേൽപ്പിക്കാം. അതുമാത്രമല്ല, എനിക്ക് ജീവിക്കാൻ ഇനി ആദിശേഷ് വർമ്മയുടെ സഹായം വേണ്ട. ക്യാഷ് എന്നല്ല, ഒരു ഔദാര്യവും എനിക്ക് വേണ്ട. എൻ്റെ അഭിമാനം ഇങ്ങനെ ചവിട്ടി അരിച്ച് രസിക്കാൻ ആദിശേഷ് വർമ്മയ്ക്ക് ആരാണ് അനുവാദം കൊടുത്തത്? എൻ്റെ സംരക്ഷണവും ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അലൻ ഒന്നും പറയാതെ വെറുതെ തലയാട്ടി. അവളുടെ ആദിശേഷ് വർമ്മ എന്ന പ്രയോഗം അവനെ വല്ലായ്മയിൽ അഴുത്തി. പക്ഷേ അവളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ഞാൻ പോട്ടെ കൊച്ചേ. പിന്നെ ദയവ് ചെയ്ത് മോള് ആദ്യം ശപിക്കരുത്. ഇല്ല അല്ലുവേട്ട, ഞാൻ എന്തിനാണ് ആളുകൾ ശപിക്കാനും മറ്റും നടക്കുന്നത്? എൻ്റെ ജീവിതം എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വൈകിയെന്ന് മാത്രം. പാർവണ അത് പറഞ്ഞു തീർന്നില്ല. പെട്ടെന്ന് ലത പൊട്ടി വീണതുപോലെ അവിടെ പ്രത്യക്ഷയായി. സാറേ, ഞാൻ ഇവിടുത്തെ പിഷാരടിയുടെ ഭാര്യ ലതയാണ്. സാറ് ആ ആദിശേഷ് സാറിൻ്റെ സുഹൃത്താണോ? അതെ, ആദ്യം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അലൻ അമ്പരപ്പോടെ പറഞ്ഞു. ആഹാ, എന്ത് മനുഷ്യനാ സാറേ അയാള്. ഒന്നുമില്ലെങ്കിലും ഈ പെണ്ണിനെ ഇത്രയും നാളെ കൂടെ കിടത്തി നല്ലോണം അനുഭവിച്ചിട്ട് ഒരു നയാ പൈസ കൊടുക്കാതെ ഇറക്കി വിട്ടില്ലേ അയാള്. ഇനിയും ആരുടെയെങ്കിലും കൂടെ കോൺട്രാക്റ്റിന് താമസിച്ച് പൈസ ഉണ്ടാക്കാനാണെങ്കിലും ആദ്യത്തെ അവൻ പറ്റിച്ചതുപോലെ പറ്റിച്ചാലോ? ലത പറഞ്ഞത് കേട്ട് പാർവണയ്ക്ക് അവമാനം കൊണ്ട് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് തോന്നി. ആലനുമാകെ വല്ലാതെയായിപ്പോയി.
ലതയുടെ കണ്ണുകൾ അലന്റെ കയ്യിലെ ചെക്കിലേക്ക് ചെന്നു. അതിക്ക് തന്നു സാറേ, നോക്കട്ടെ. അവർ തട്ടിപ്പറിക്കും പോലെ അത് വാങ്ങി. അയ്യോ, ഇത് ഒപ്പിട്ട ചെക്കാണല്ലോ. ആ ആദിസാറ് തന്റെ കൂടെ കഴിഞ്ഞതിന് ഇവൾക്ക് കൊടുത്തതായിരിക്കുമല്ലേ. ഓ, എത്രയാ പൂജ്യങ്ങൾ. ഈശ്വര, ലക്ഷമാണോ? അയ്യോ, ലക്ഷം പോലും അല്ലല്ലോ, കോടി, 25 കോടി. മോളെ പാർവണേ, അമ്മായി പറഞ്ഞില്ലടി, നീയൊന്ന് മനസ്സ് വെച്ചാൽ നിനക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാമെന്ന്. ലതയുടെ കണ്ണുകൾ ആർത്തി കൊണ്ട് വിഴിഞ്ഞു. അലനും വിഷമം തോന്നി. പിഷാരടിയുടെ ഭാര്യ ഇവർ ഇത്തരക്കാരിയാണെന്ന് വിചാരിച്ചില്ല. പാർവണയെ ഇല്ലത്ത് കാണാതിരുന്നപ്പോൾ ആദ്യം വിഷമിച്ചു. പിന്നെ അവൾ പിഷാരടിയുടെ അടുത്താണെന്ന് അറിഞ്ഞപ്പോൾ ആശ്വാസം തോന്നിയതാണ്. പക്ഷെ ഇപ്പോൾ ഇവരുടെ ഇടയിൽ ഈ കൊച്ചെങ്ങനെ ജീവിക്കും? ആലൻ വേദനയോടെ പാർവണയെ നോക്കി. അവൾ കരയാൻ പാകത്തിനായിരുന്നു. സാറ് പോയിക്കോ, ഞങ്ങൾ ആദ്യം ഈ ചെക്ക് മാറട്ടെ. പിന്നെ ഇത് വണ്ടിച്ചെക്കൊന്നുമല്ലല്ലോ അല്ലേ സാറേ? ലത വെളുക്കെ ചിരിച്ചു. ആലന് അവരോട് വല്ലാത്ത വെറുപ്പ് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിച്ചെക്ക് തരാൻ ഇതിൽ സൈൻ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഏഴാങ്കൂലിയല്ല, ആദിശേഷ് വർമ്മയാണ്. അലന്റെ കടുത്ത സ്വരം കേട്ടതും ലതയൊന്ന് പരിങ്ങി. അത് പിന്നെ എനിക്കറിയില്ല സാറേ. എന്തായാലും ഇവൾക്ക് ആദിസാറ് കൊടുത്ത പ്രതിഫലം ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. സാറ് സമാധാനത്തോടെ ചെന്നാട്ടെ. പിന്നെ ഇനിയും കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവളെ കൊണ്ട് വിളിപ്പിച്ചോളാട്ടോ. ഞാൻ പോട്ടെ കൊച്ചേ. അലനത് ശ്രദ്ധിക്കാതെ പാർവണയോട് പറഞ്ഞു. അല്ലുവേട്ടൻ അവിടെ നിൽക്ക്. പാർവണയുടെ ഉറച്ച സ്വരം കേട്ട് അലനൊരു നിമിഷം നിന്നു. അമ്മായി, ആ ചെക്കിങ് തിരിച്ചു കൊടുക്ക്. ഞാനത് വേണ്ടെന്ന് അല്ലുവേട്ടനോട് പറഞ്ഞതാണ്. ലതയുടെ മുഖം പെട്ടെന്ന് മാറി. നീ എന്താ ഈ പറയുന്നത് പാർവണേ? മഹാലക്ഷ്മി വീട്ടിലെത്തുമ്പോൾ തട്ടിക്കളയുന്നോ? വെറുതെ ഒന്നുമല്ലല്ലോ. 1 വർഷം മുഴുവൻ നീ അയാളുടെ കൂടെ കഴിഞ്ഞതിന്റെ പ്രതിഫലമല്ലേ ഇത്? ഇത് നീ മേടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിനക്ക് ജീവിക്കാൻ ഒരു വഴി തെളിഞ്ഞു കിട്ടിയെന്ന് കരുതിയാൽ മതി. പാർവണിയുടെ സകല നിയന്ത്രണം വിട്ടുപോയി. അവൾ അവർക്ക് നേരെ കൈ ചൂണ്ടി. ഇനി എന്തെങ്കിലും നിങ്ങളുടെ വൃത്തികെട്ട നാവിൽ നിന്ന് വന്നാൽ നിങ്ങൾ പിഷാരടി മാമയുടെ ഭാര്യയാണെന്ന് ഞാനങ്ങ് മറക്കും. എന്റെ കൈയുടെ ചൂട് നിങ്ങൾ അറിയും. പാർവണിയുടെ മറുപടി കേട്ട് ലത അന്താളിച്ചു പോയി. അവളുടെ അടുത്തുനിന്ന് അവർ അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. പാർവണ വേഗം തന്നെ ആ ചെക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അലന് നേരെ നീട്ടി. അല്ലുവേട്ടൻ പോയിക്കോളൂ, ഇവിടെ അധികം നിൽക്കണ്ട പ്ലീസ്. അലൻ സങ്കടത്തോടെ പാർവണയെ നോക്കി തലകുലുക്കി. ഇവിടെ കൊച്ചെങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് മറക്കണ്ട. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. പാർവണ തലകുലുക്കി. അലൻ പോയതും അത്രയും നേരം കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്ന ലത പാർവണയുടെ നേരെ ചീറി. ഭ, ഒരുമ്പട്ടവളെ, എന്റെ വീട്ടിൽ എന്റെ അവതാരത്തിൽ കഴിഞ്ഞിട്ട് എന്റെ നേരെ തന്നെ ചീറുന്നു. ഒന്നുമില്ലെങ്കിൽ 1 വർഷത്തേക്ക് മാത്രം ഒരുത്തന്റെ കൂടെ കിടന്നവളല്ലേടി നീ. എന്നിട്ട് നീ ഇപ്പൊ പതിവ്രത ചമയുന്നു. പാർവണയ്ക്ക് നെഞ്ചു പൊടിയുന്ന പോലെ തോന്നി. എങ്കിലും അവൾ അവരെ നേരിട്ടു. ഞാൻ നിങ്ങളുടെ ചെലവിൽ കഴിയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിവിടെ നിന്ന് പോവുകയാണ്. പിഷാരടി മാമൻ ഒന്ന് വന്നോട്ടെ. അദ്ദേഹത്തോട് യാത്ര പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. അത് കേട്ടതും ലതയൊന്നും മയപ്പെട്ടു. ആ 15 കോടി വെറുതെ കൈവിട്ട് കളയാൻ തോന്നില്ലായിരുന്നു അവർക്ക്. തന്നെയുമല്ല, ഇതൊക്കെ അറിഞ്ഞാൽ അച്ഛനും മോളും തന്നെയും കുറ്റം പറയും. അയ്യോ മോളെ, നീ ഇവിടെ നിന്ന് പോകണമെന്നല്ല അമ്മായി പറഞ്ഞത്. ഒന്നുമില്ലെങ്കിലും അമ്മായിക്കും ഒരു പെങ്കൊച്ചുള്ളതല്ലേ. ലതമായി പറയുന്നത് മോളുടെ നല്ലതിന് വേണ്ടിയാ. ആ കാശ് വാങ്ങിച്ചില്ലെങ്കിൽ എന്റെ മോൾ ഇനി ഇങ്ങനെ മുന്നോട്ട് ജീവിക്കും. ഇപ്പോഴത്തെ ആവശ്യത്തിന് ആ കാശ് വേണ്ടെന്നൊക്കെ മോൾക്ക് തോന്നും. പക്ഷേ പിന്നീട് അത് മണ്ടത്തരമാണെന്ന് എനിക്ക് ബോധ്യമാകും. പിന്നെ മോൾക്ക് അത്രയും കാശ് ആവശ്യമില്ലെങ്കിൽ കുറച്ചെടുത്തിട്ട് അമ്മായിക്ക് തന്നേര്. നമുക്ക് വേണിയെ നല്ല രീതിയിൽ കെട്ടിച്ച് വിടണ്ടേ മോളെ. അവളെ ഒരു ഡോക്ടറെ കൊണ്ട് കെട്ടിക്കണമെന്നാ എനിക്ക്. ആദ്യം നല്ല സ്ത്രീധനം കൊടുക്കണ്ടേ. മാത്രമല്ല നമുക്കൊരു നല്ല വീട് വെക്കണം. എന്നിട്ട് കോടീശ്വരന്മാരെ ജീവിക്കണം. ഇതിനൊക്കെ മോള് മനസ്സ് വെച്ചാലേ. നിങ്ങളും നിർത്തുന്നുണ്ടോ അമ്മായി? എനിക്ക് കുറച്ച് സ്വൈര്യം എന്താ. ഞാനേ ഇവിടെ നിന്ന് എന്തായാലും പോകും. പിഷാരടി മാമ ഒന്ന് വന്നാൽ മതി. പാർവണ ദേഷ്യത്തിലകത്തെ കയറിപ്പോയി. അവൾ മുറിയിൽ ചെന്ന് വാതിലടച്ച് കട്ടിലേക്ക് വീണു. പിന്നെ പൊട്ടിക്കരഞ്ഞു. നിന്നെ ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞു വിടില്ലടി. ഇതെനിക്ക് കിട്ടിയൊരു ഗോൾഡൻ ചാൻസാണ്. അത് മുതലാക്കാതെ നിന്നെ പറഞ്ഞു വിട്ടാൽ ഈ ലത ഒരു മണ്ടിയാവും. എങ്ങനെ നിന്നെ വെച്ച് വിലപേശണമെന്ന് എനിക്ക് നന്നായി അറിയാം. ലത ക്രൂരതയുടെ മനസ്സിലോർത്തു. ഓഫീസിൽ തന്റെ ക്യാബിനിലായിരുന്നു ആദിശേഷ്. അവന്റെ മുഖത്ത് അസ്വസ്ഥത ബാധിച്ചിരുന്നു. പാർവണ ചെക്ക് വാങ്ങിയില്ലെന്നോ? നീ എന്തിനാണ് പിന്നെ അവിടെ പോയത്? പ്രകൃതി ഭംഗി ആസ്വദിക്കാനോ? എങ്ങനെയെങ്കിലും അവളെ കൊണ്ടത് വാങ്ങിപ്പിച്ചിട്ട് തിരിച്ചു വരാനുള്ളത് പകരം അവൾ എന്തോ പറഞ്ഞു കേട്ട് മിണ്ടാതെ പോന്നിരിക്കുന്നു. നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? മറ്റു വല്ലവരെയും ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ആദി അലന് നേരെ ഒച്ചയെടുത്തു. എടാ, ആ കുട്ടിക്ക് അതിന് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ആ കൊച്ചിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നില്ല. ഇത്രയും നാൾ അതിന്റെ കൂടെ കഴിഞ്ഞിട്ടും നിനക്കതിന് മനസ്സിലായില്ലേ? അവൾ എന്താ പറഞ്ഞത്? ആദി ഗൗരവത്തോട് ചോദിച്ചു. തന്റെ ശരീരം ഒരു വിൽപ്പന ചരക്കല്ലെന്ന് ദ ഗ്രേറ്റ് ബിസിനസ് മാഗ്നറ്റ് ആദിശേഷ് വർമ്മയോട് പറഞ്ഞേക്കാൻ. അലൻ ആദിയുടെ മുഖത്തേക്ക് സാഗൂതം നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ആദിയുടെ മുഖം വിവരണമായി. മുഖം കുനിഞ്ഞു. ആ കൊച്ചു പറഞ്ഞതിൽ ഒരു തെറ്റും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ വിചാരിക്കും. അതിനും ആദ്യം ഒന്നും വേണ്ടിയില്ല. പിന്നെ നിന്റെ ജീവിതത്തിലേക്ക് ഇനിയും പാർവണ ഒരു ഭാരമായിട്ട് വരുമെന്നുള്ള പേടിയൊന്നും നിനക്കെങ്കിൽ അതുകൊണ്ടാണ് ഈ ചെക്ക് അവൾ വാങ്ങാത്തതിൽ നിനക്ക് പ്രശ്നം തോന്നുന്നെങ്കിൽ നീ അതോർത്ത് പേടിക്കണ്ട. കണ്ടിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ എങ്കിലും ഞാൻ ആ കുട്ടിയെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്.
അവൾ നീ ഇതുവരെ കണ്ട പെണ്ണുങ്ങളെ പോലെ ഒന്നുമല്ല. നല്ല അഭിമാനമുള്ളവളാണ്. പിന്നെ അവൾക്ക് നിന്നോടൊരു പ്രേമം തോന്നി എന്നുള്ളത് ശരിയാണ്. അതിലും ആ കുട്ടിയെ തെറ്റു പറയാൻ എനിക്ക് തോന്നുന്നില്ല. സാഹചര്യം അങ്ങനെയായിരുന്നു. എന്ത് കോൺട്രാക്റ്റ് ആണെന്ന് പറഞ്ഞാലും നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരുന്നു. വിവാഹത്തിന് ശേഷമാണ് അവൾ നിന്റെ കൂടെ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ആദി. ഇനി പാർവണ നിന്റെ ലൈഫിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും സ്വന്തം ആത്മാഭിമാനം പണയം വെച്ച് അവളതിന് തുനിയില്ല. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. യാതൊരു കാര്യവുമില്ല. പിന്നെ നിന്നിൽ നിന്നൊരു തരത്തിലുള്ള സഹായവും സ്വീകരിക്കാൻ അവൾ തയ്യാറല്ല. ഔദാര്യം കാണിച്ച് അവളുടെ അഭിമാനത്തെ കീറി മുറിക്കരുതെന്ന് നിന്നോട് പറയാൻ പറഞ്ഞു. പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ആദി ഒരു ശ്വാസം മുട്ടലോടെ അങ്ങനെയിരുന്നു. അവന്റെ ഹൃദയത്തിൽ കാതരമായ 2 കണ്ണുകൾ തെളിഞ്ഞു നിന്നു. അവൻ പതിയെ മിഴികൾ അടച്ചു. ഞാൻ എന്താ ചെയ്യുക മോളെ? എന്താ വേണ്ടെന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ കൃഷ്ണ. പാറുടെ പറഞ്ഞതെല്ലാം കേട്ട് പിഷാരടി പരിതപിച്ചു. പിഷാരടി മാമ വിഷമിക്കണ്ട. ഞാൻ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്നാൽ അമ്മാമ്മയ്ക്ക് ലതമ്മായി എൻ്റെ പേരിൽ സ്വസ്ഥത തരില്ല. നീ എങ്ങോട്ട് പോകാനാ കുട്ടി? ഇല്ലത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ നിന്നെപ്പോലൊരു പെൺകുട്ടിക്ക് തെരുവിലേക്ക് ഇറങ്ങാൻ പറ്റുമോ? കാലം എത്ര മാറിയെന്ന് പറഞ്ഞാലും സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷയുമില്ലാത്ത നാടാണിത്. പാറുണ അദ്ദേഹത്തെ നിസ്സഹായതയോടെ നോക്കി. ഞാൻ എന്തെങ്കിലും ജോലി കിട്ടുമോ നോക്കട്ടെ പിഷാരടി മാമേ. എന്നിട്ട് ഹോസ്റ്റലിൽ നിൽക്കാമല്ലോ. എന്നാൽ അത് കിട്ടും വരെയെങ്കിലും എൻ്റെ കുട്ടി ഇവിടെ സഹിച്ചു നിൽക്കണം. മോളുടെ വിഷമം പിഷാരടി മാമയ്ക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതണ്ട. നമ്മുടെ സാഹചര്യം കൂടി മനസ്സിലാക്കി വേണം മുന്നോട്ട് പോവാൻ. അതുകൊണ്ട് സുരക്ഷിതമായ ഒരിടം കിട്ടുന്നവരെ മോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട. പാർവണ സങ്കടത്തോടെ തലകുലുക്കി. ഒന്നുകൊണ്ട് മോള് വിഷമിക്കണ്ട. എല്ലാം ശരിയാവും. എൻ്റെ കുട്ടി ഒരു പാപവും ചെയ്തിട്ടില്ലല്ലോ. പിഷാരടി അവളുടെ ശിരസിലും തഴുകിയിട്ട് എഴുന്നേറ്റ് പോയി. ആ ആഡംബര വില്ലയിലെ സ്വീകരണ മുറിയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു അപ്സരയും നിരഞ്ജനും. നിരഞ്ജൻ പറഞ്ഞ കഥകളെല്ലാം കേട്ട് അപ്സര അമ്പരന്നു. ഐ കാൺട്ട് ബിലീവ് ദിസ് പപ്പ. എനിക്ക് ആദ്യയോടുള്ള ആരാധന കൂടുകയാണ്. അന്ന് വെറും 16-17 വയസ്സ് മാത്രമുള്ള ഒരു പയ്യൻ. അവന്റെ വ്യക്തിപ്രഭാവം, ഗ്രേസ്, ഓ ഐ ആം റിയലി അഡ്മയർ ഹിം. നിന്നോട് ആ ചെറ്റത്തനം കാണിക്കുന്നതുവരെ അവനോട് എനിക്കും ആരാധന ഉണ്ടായിരുന്നു. അപ്പോൾ നിരഞ്ജന്റെ മുഖം മുറുകി. അപ്സര ഒന്ന് പതറി. അവളുടെ കണ്ണുകൾ താഴ്ന്നു. എന്തായാലും അവൻ നമ്മുടെ കാൽച്ചോട്ടിൽ വരണം. ഈ നിരഞ്ജനെ അവൻ അപമാനിച്ചതുപോലെ മറ്റു ആരും അപമാനിച്ചിട്ടില്ല. അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മകളെ വെച്ച് വിലപേശിയവനാണ് അവൻ. പക്ഷേ പപ്പ, പാറുണ ഇപ്പോഴും അയാളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ. ഒന്നുമില്ലെങ്കിലും 1 വർഷം മുഴുവൻ അവൾ ആദിയുടെ കൂടെ കഴിഞ്ഞതല്ലേ. എങ്ങാനും ഒരു സോഫ്റ്റ് കോർണർ അവളോട് വീണ്ടും തോന്നിപ്പോയാൽ? നിരഞ്ജന്റെ നെറ്റി ചുളിഞ്ഞു. ശരിയാണപ്പോ. എല്ലാ പഴുതുകൾ അടച്ചു വേണം ഇനി നമുക്ക് കളിക്കാൻ. ഇനി ഒരിക്കൽ കൂടി നമ്മൾ പരാജയപ്പെട്ടുകൂടാ. ഞാൻ ഉടനെ തന്നെ ആദിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവർക്ക് പാർവണയോട് യാതൊരു താല്പര്യമില്ലാത്ത ഭാഗ്യമായി. അവന്റെ മുത്തശ്ശിക്ക് നമ്മുടെ ഉണ്ണിത്താൻ വഴി ഞാനൊരു സൂചന കൊടുത്തിരുന്നു. അവർക്ക് നിന്റെ കാര്യത്തിൽ 100 വട്ടം സമ്മതമാണെന്ന് കേട്ടു. അപ്സരയുടെ കണ്ണുകൾ തിളങ്ങി. ഇനി ആദിയെ മാത്രമാണ് അപ്പോ നമുക്ക് ഒതുക്കേണ്ടത്. ഞാനത് ട്രൈ ചെയ്യട്ടെ പപ്പ. ഐ മീൻ പാർവണയുടെ കാര്യം. നീ എന്ത് ചെയ്യാൻ? നിരഞ്ജൻ ആശ്ചര്യത്തോടെ അവളെ നോക്കി. അതൊക്കെ പപ്പ എനിക്ക് വിട്ടേക്ക്. എനിക്ക് ആ പട്ടിക്കാട്ട് പെണ്ണിനെ ഒന്ന് കാണണം. ആദ്യം മയക്കി വെച്ചിരുന്നതല്ലേ അവൾ. അവളുടെ പേരും പറഞ്ഞ് അവൻ എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു. അതിന് അവൾക്കൊരു പണി കൊടുക്കണം. ഒരിക്കലും മറക്കാത്തൊരു പണി. ആദിയുടെ കൺമുന്നിൽ നിന്ന് അവൾ എന്നേക്കുമായി പോവുകയും വേണം. അപ്സര പല്ല് കടിച്ചു. യെസ്, നൗ ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. ഡു ആസ് യു വിഷ്. നിരഞ്ജൻ മന്ത്രിച്ചു. 3-4 ദിവസങ്ങൾ കൂടി കടന്നുപോയി. അന്നൊരു മഴയുള്ള ദിവസമായിരുന്നു. ദോശ ചുടാൻ വേണ്ടി ചട്ടിയിലേക്ക് നെയ്യൊഴുക്കുകയായിരുന്നു പാറുണ. അപ്പോഴാണ് ലത അങ്ങോട്ട് വന്നത്. അവർ അവളുടെ മുന്നിൽ നിന്ന് പരുങ്ങുന്നത് കണ്ടിട്ടും പാറുണ അവരെ കണ്ടതായി ഭാവിച്ചില്ല. ചായ ഉണ്ടോ മോളെ? പതിവില്ലാത്ത സ്നേഹത്തോടെ ലത ചോദിച്ചു. ദാ ആ പാത്രത്തിൽ മൂടി വെച്ചിട്ടുണ്ട്. ലത ചായ ഗ്ലാസ്സിൽ ഒഴിച്ചെടുത്ത് പിന്നെ പാറുണയെ നോക്കി. എന്താ ഇന്നത്തെ കാലത്ത് ജീവിക്കാനുള്ള ചെലവ്? ഓ, പ്രാരാബ്ദം കാരണം മനുഷ്യന് നടുവൊടിവ. ഒരു വീട് നടത്തി വരുമ്പോൾ അറിയാം അതിന്റെ പാട്. പാറുണ വെറുതെ തലകുനിച്ച് നിന്നേയുള്ളൂ. അവളുടെ നെഞ്ചിലൊരു നെരിപ്പോട് വീണ് കത്തി. ജോലിക്ക് ശ്രമിച്ചിട്ട് ഒന്നും ആകുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും അത്യാവശ്യ സമയത്ത് ഒന്നും ലഭിക്കില്ല. ലത കുറച്ചുകൂടി പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നു. മോളെ, നീ ഇനിയെങ്കിലും ഈ പിടിവാശി കളഞ്ഞ് അമ്മായി പറയുന്നത് അനുസരിക്കുക. അയാൾ വീണ്ടും നിന്നെ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ വലിയ ഭാവമൊക്കെ കാണിക്കുന്നതെങ്കിൽ അത് വെറുതെയാണ്. ഇവരൊക്കെ തുണി മാറുന്ന പോലെയാണ് പെണ്ണുങ്ങളെ മാറുന്നത്. മാത്രമല്ല ആ ചെറുക്കൻ്റെ യോഗ്യത വെച്ച് കൂടെ കിടത്താൻ നിന്നേക്കാൾ 100 മടങ്ങ് സൗന്ദര്യമുള്ള അപ്സരസുകൾ എത്ര വേണമെങ്കിലും കിട്ടും. അങ്ങനെ ദിനംപ്രതി ഓരോ പെണ്ണുങ്ങളെ കൂടെ കഴിയുന്നവൻ നിന്നെ ഓർക്കുന്നു കൂടി ഉണ്ടാവില്ല. ഇവിടെ നീ ബുദ്ധി കാണിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. അത്ര തന്നെ. ലതയുടെ ഓരോ വാക്കും പാർവണിയുടെ ഹൃദയത്തിൽ കൂരമ്പ് പോലെ തറച്ചു കയറി. അവൾ വേച്ച് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ പാർവണ? ലത പിന്നിൽ നിന്ന് ഒച്ചയെടുത്തു. അവൾ എന്നിട്ടും പ്രതികരിക്കുന്നില്ലെന്ന് കണ്ട് അവർ അവളെ കയ്യിൽ ബലമായി പിടിച്ചു നിർത്തി. എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ലെന്നാണോ? ഇല്ല, നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. എന്നെ വിറ്റ് കാശുണ്ടാക്കാമെന്ന് നിങ്ങൾ കരുതുകയും വേണ്ട. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞാൻ മരിക്കും.
പാറവണ തിരിഞ്ഞ് നടന്നതും ലത ക്രോധം സഹിക്കാൻ വയ്യാതെ പല്ല് കടിച്ചു. ഇനി ഇവളെ നോക്കി നിന്നിട്ട് കാര്യമില്ല, താനായി എന്തെങ്കിലും ചെയ്തു തീരുമെന്ന് അവർക്ക് തോന്നി. ആദിശേഷ് വർമ്മയുടെ മനസ്സ് മാറുന്നതിന് മുൻപ് ആ 25 കോടി തനിക്ക് സ്വന്തമാക്കണം, ഏത് വിധേനയും. പാർവണ മുറിയിലെത്തിയതും പൊട്ടിക്കരഞ്ഞു. ഓരോ ദിവസവും ഓരോ പെണ്ണ്, അങ്ങനെയൊരു ശരീരം മാത്രമായിരുന്നു ആദിശേഷ് വർമ്മയ്ക്ക് താൻ. ആവും അതുകൊണ്ടാണ് യാതൊരു ദാക്ഷിണ്യമില്ലാതെ തന്നെ വലിച്ചെറിയാൻ സാധിച്ചതും. പക്ഷേ താൻ തൻ്റെ ശരീരം മാത്രമേ ആ മനുഷ്യന് കൊടുത്തിരുന്നുള്ളൂ. തൻ്റെ ആത്മാവ് തന്നെ ആ കാൽക്കൽ അർപ്പിച്ചിരുന്നില്ലേ? പാർവണയുണ്ടാക്കിയ ദോശയും ചട്നിയും വയറു നിറയെ കഴിച്ച ശേഷമാണ് ലത ഇറങ്ങിയത്. അമ്മ എങ്ങോട്ടാ? വേണി ചോദിച്ചു. ഞായറാഴ്ച ആയതുകൊണ്ട് അവൾ ക്ലാസ്സിലായിരുന്നു. ഞാൻ എന്നാ ഹോമിയോ ഡോക്ടറെ കാണാൻ പോവുക, കാലുവേദന കാണിക്കാൻ. അച്ഛൻ ക്ഷേത്രത്തിൽ നിന്ന് വന്നാൽ ഞാൻ ഒരിടം വരെ പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി, മറ്റൊന്നും എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. അതിന് മിനിഞ്ഞാന്നല്ലേ അമ്മ ഡോക്ടറെ കണ്ടിട്ട് വന്നത്, ഇത്ര പെട്ടെന്ന് ആ മരുന്ന് തീർന്നോ? വേണി അമ്പരപ്പോട് ചോദിച്ചു. ആ തീർന്നു. നീ എന്നെ പിറകിൽ നിന്ന് വിളിച്ചേക്കല്ലേ പെണ്ണെ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ അവളുടെ ഒരു കൊനിഷ്ഠ ചോദ്യങ്ങൾ. ലത പിറുപിറുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പാർവണയുടെയും ആദിയുടെയും കല്യാണത്തിന് കൂടിയതുകൊണ്ട് കൗസ്തവത്തിലേക്കുള്ള വഴി ലതയ്ക്ക് അറിയാമായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ആദ്യ വീട്ടിൽ കാണുമെന്നും അവർ കണക്ക് കൂട്ടി. ഗേറ്റിനകത്തേക്ക് കടന്നതും ആ മണിമാളിക അന്നത്തെ പോലെ തന്നെ ലതയെ ആശ്ചര്യത്തിലാഴ്ത്തി. പാർക്കിങ്ങിൽ കിടന്ന ആഡംബര കാറുകളുടെ എണ്ണം കൂടിയിരുന്നു. പൂത്തുലഞ്ഞ പൂക്കളുടെ മധുരഗന്ധവും തേനീച്ചകളുടെ മൃദുവായ മൂളലും കൊണ്ട് വായു നിറഞ്ഞിരുന്നു. പിങ്ക്, ഓറഞ്ച്, മഞ്ഞ എന്നീ നിറങ്ങളിൽ ഉഷ്ണമേഖലാ സൂര്യനെ പോലെ വലുതും പ്രൗഢവുമായ പൂക്കൾ വിടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. സമീപത്ത് പിങ്ക്, ദ്രുമനൽ, വെള്ള എന്നീ നിറത്തിലുള്ള ഫണലാകൃതിയിലുള്ള കുറെ പുഷ്പങ്ങൾ കണ്ടു. നന്നായി ഒരുക്കി നിർത്തിയ അസാലിയ കുറ്റിച്ചെടികൾ പൂന്തോട്ടത്തിന്റെ അതിരുകൾക്ക് നിറം പകരുന്നു. തിളങ്ങുന്ന കടുംപച്ച നിറത്തിലുള്ള ഇലകളും ക്രീം നിറത്തിലുള്ള പൂക്കളും ജലധാരകളും ഇടയ്ക്ക് ഉയർന്നു നിൽക്കുന്ന ജലകന്യകളുടെ വെണ്ണക്കൽ പ്രതിമകളും ആ മണിമാളികയ്ക്ക് അതിശയകരമായ പശ്ചാത്തലം നൽകി. ലത ഇതെല്ലാം കണ്ട് വാ പൊളിച്ചു പോയി. ഓ, ഒരു വർഷത്തേക്കാണെങ്കിലും ആ ദരിദ്രവാസി പെണ്ണിന് ഇങ്ങനെയൊരു ഭാഗ്യം കിട്ടിയല്ലോ, അവളുടെ ഒരു യോഗം. ലത പിറുപിറുത്തു.